പ്രപഞ്ചത്തിന്റെ നിയമങ്ങൾ പോലും സ്തംഭിച്ചുപോയ ഒരു നിമിഷം. മിഥില നഗരിയിൽ ശിവധനുസ് തകർന്ന ശബ്ദം കേട്ട് ഭൂമി വിറച്ചു. ആ ശബ്ദം ചെന്നെത്തിയത് മഹേന്ദ്രപർവ്വതത്തിലെ ഒരു തപസ്വിയുടെ കാതുകളിലാണ്. 21 വട്ടം ഭൂമിയിലെ അധർമ്മികളായ ക്ഷത്രിയരെ വകവരുത്തിയ ഭാർഗവരാമൻ പരശുരാമൻ വരികയാണ്. കോപം കൊണ്ട് വിറയ്ക്കുന്ന പരശുരാമൻ ചോദിച്ചു, ആരാണ് എന്റെ ഗുരുവായ മഹാദേവന്റെ വില്ല് തകർത്തത്? നിന്റെ അന്ത്യം ഈ മഴുവിനാൽ കുറിക്കപ്പെടും. ദശരഥൻ ഭയന്ന് മകനു വേണ്ടി മാപ്പപേക്ഷിച്ചു. എന്നാൽ പർവ്വതം പോലെ ഉറച്ചുനിന്ന ഒരു രൂപം മുന്നോട്ട് വന്നു. ശാന്തമായ കണ്ണുകൾ, പുഞ്ചിരി തൂകുന്ന മുഖം. അയോധ്യയിലെ രാമൻ. വിഷ്ണുവിന്റെ 2 ഭാവങ്ങൾ. ഒന്ന് ക്രോധത്തിന്റെ പ്രതീകം, മറ്റൊന്ന് ധർമ്മത്തിന്റെ ശീതളിമ. പരശുരാമൻ തന്റെ കൈവശമുള്ള ശിവധനുസ് നീട്ടി പറഞ്ഞു, ഇതൊന്ന് കുലയ്ക്കൂ രാമ, എങ്കിൽ നിന്റെ കരുത്ത് ഞാൻ സമ്മതിക്കാം. നിമിഷ നേരം കൊണ്ട് രാമൻ ആ വില്ല് കുലച്ചു. ആ നിമിഷം പരശുരാമൻ തിരിച്ചറിഞ്ഞു, തന്റെ മുന്നിൽ നിൽക്കുന്നത് കേവലം ഒരു രാജകുമാരനല്ല, സാക്ഷാൽ മഹാവിഷ്ണുവാണ്. അവതാര ലക്ഷ്യങ്ങൾ കൈമാറപ്പെട്ട നിമിഷം. തന്റെ ശക്തി മുഴുവൻ രാമന് നൽകി പരശുരാമൻ യാത്രയായി. ലോകം വീണ്ടും ശാന്തമായി. പക്ഷേ അതൊരു തുടക്കം മാത്രമായിരുന്നു. രാക്ഷസ രാജാവായ രാവണന്റെ അന്ത്യത്തിനായുള്ള ധർമ്മയുദ്ധത്തിന്റെ തുടക്കം.